എന്താണ് ആത്മാഭിമാനം? സ്വന്തം അഭിമാനം, സ്വന്തം അന്തസ്സ്, നാം നമുക്ക് നൽകുന്ന മൂല്യം, താനും ബഹുമാനിക്കപ്പെടാൻ അർഹതയുള്ളവനെന്ന അചഞ്ചലമായ ബോധ്യം, ഇതിനെയൊക്കെ ഒരുമിച്ച് വിളക്കി ചേർത്താൽ കിട്ടുന്നത് എന്താണോ അതാണ് ആത്മാഭിമാനമെന്ന് ലളിതമായി പറയാം. ഈ ആത്മാഭിമാനമെന്ന ജൈവികതയെ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള 10 കാശിന് പണയം വെക്കാൻ പണിയെടുത്ത മന്ത്രി KM ഷാജിയെയും UDF സർക്കാരിനെയും കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് സമീപിച്ചതെന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ ന്യൂസ് ലാബ്. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. തർക്കമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്നത് 1.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അവർ പറഞ്ഞു നിങ്ങളൊരു ലോഗോ വെക്കണം, ആ ലോഗോയിൽ ഫോട്ടോയുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല, ആ വീട് അവരുടേതാണ്, അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ അവർ നിർബന്ധിച്ചു നിന്നു. അവസാനം ഒരു ഘട്ടത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയുമായി സംസാരിക്കാൻ ഇടയായി. അപ്പോൾ തീർത്തു പറഞ്ഞു അങ്ങനെ ഒരു കാര്യം, ലോഗോ വെക്കുന്ന കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ സഹായം തരാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. സഹായം തന്നില്ലാൽ വേണ്ടാന്ന് ഞങ്ങൾ വെക്കും, എന്തായാലും ഞങ്ങൾ ഈ കാര്യം ചെയ്യില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. അവരാണ് പുനരാലോചിക്കേണ്ടത്. കാരണം ഒരു ന്യായവും അതിലില്ല. പണം ചെലവിടുന്നത് മാത്രമല്ല, ആളുകളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ബോർഡ് വീടിന് മുന്നിൽ വെച്ച് ഇതാരോ കൊടുത്ത വീടാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് സംസ്ഥാനം കാണുന്നത്. ഇത് ആരുടെ വാക്കുകളാണെന്നറിയാമോ? കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ്. പിണറായി വിജയൻ വെറുതെ പറഞ്ഞ വാക്കുകളെന്ന് പറഞ്ഞാൽ പോരാ, നിലപാടിൻ്റെ, ധീരതയുടെ, സ്ഥൈര്യത്തിൻ്റെ, സത്ത ചോർന്നു പോകാത്ത അടിസ്ഥാന വർഗ രാഷ്ട്രീയത്തിൻ്റെ ഗരിമയുള്ള വാക്കുകൾ. എന്തുകൊണ്ടിത് ഇപ്പോൾ പറയുന്നു എന്ന് ചോദിച്ചാൽ, മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞ, PM ശ്രീ അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞ, സമുദായത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് കേരളത്തിലെ മുസ്ലിങ്ങളെ ആകെ പറഞ്ഞു പറ്റിച്ച KM ഷാജി എന്നയാൾ മന്ത്രിയായപ്പോൾ പറയുന്നു ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള പദ്ധതികളിലൂടെ പാവങ്ങൾക്ക് നൽകുന്ന വീടുകളിൽ നരേന്ദ്രമോദിയുടെ പണം വയ്ക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ലെന്ന്. അതുമാത്രവുമല്ല, കേന്ദ്ര സർക്കാരുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് പോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും ഷാജി അസന്നിഗ്ധമായി പറഞ്ഞു വയ്ക്കുന്നു. താൻ കളിച്ചത് കേരളത്തോടാണെന്നും ഇത് ആത്മാഭിമാനമുള്ളവരുടെ നാടാണെന്നും തിരിച്ചറിഞ്ഞ ഷാജി പിറ്റേന്ന് ചെറിയ ലോഗോയുമായി വന്നു. അതിൽ നരേന്ദ്രമോദിയുടെ പടമില്ലല്ലോ എന്ന ആശ്വാസവാക്കുമായി കേരളത്തെ കയ്യിലെടുക്കാൻ നോക്കി. പക്ഷേ ആത്മാഭിമാനമുള്ള കേരള ജനത ഷാജിക്കെതിരായെന്ന്, മുന്നണിക്കെതിരായെന്ന് അവരൊഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടുകൂടിയാണ് സർക്കാർ വെളുപ്പിക്കൽ പദ്ധതിയിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും ഈ വിഷയത്തിൽ കേരളത്തിലെ ചാനലുകൾ അവരുടെ കൂടി നിലപാട് പ്രഖ്യാപിക്കുന്ന ചർച്ചാ പരിപാടികളിൽ KM ഷാജി എന്ന മന്ത്രിയെ വിമർശനത്തിൻ്റെ ശരശയ്യയിൽ കിടത്തിയത്. KM ഷാജിയുടെ ന്യായീകരണ ക്യാപ്സ്യൂളുകളെ ഒരൊറ്റ വാർത്താ സമ്മേളനം കൊണ്ട് പൊളിച്ചടുക്കിയ റഹീം MP അതിഥിയായി പങ്കെടുത്തതിനാൽ PMAY പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച ചർച്ച മാതൃഭൂമിയുടേതായിരുന്നു. ശ്രീജയുടേത് പതിവ് ശൈലിയിലുള്ള ഇൻട്രോ ആണെങ്കിലും അത് ഭരണപക്ഷത്തെ അലോസരപ്പെടുത്തുന്നതാണ് എന്നതിൽ സംശയമില്ല. ആക്രമണ ശൈലി വെടിഞ്ഞ് തികച്ചും മാന്യനായി സംസാരിച്ചുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് KN ഖാദർ ചർച്ച തുടങ്ങി വെച്ചത്. LDF സർക്കാരിൻ്റെ തുടർച്ചയാണ് UDF സർക്കാർ എന്ന ദുർബലവാദമാണ് ഖാദർ ഉന്നയിച്ചത്. കൂടി ആലോചിച്ച് മാത്രമേ ഇക്കാര്യങ്ങളൊക്കെയും സർക്കാർ നടപ്പാക്കൂ എന്നും ലീഗ് നേതാവ് പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞു, ട്രാൻസ്പെറൻസി ഉള്ള സർക്കാരായിരിക്കും ഇതെന്ന്. ഇതിൽ പിടിച്ചുകൊണ്ട് സർക്കാരിനെ എത്ര വേണമെങ്കിലും റഹീമിന് അടിക്കാമായിരുന്നു. പക്ഷേ അടിക്കുകയല്ല. KN ഖാദറിലൂടെ മാതൃഭൂമി ന്യൂസിലൂടെ UDFന് മറുപടിയും ഈ വിഷയത്തിൽ അറിവില്ലാത്തവർക്ക് അത് പകർന്നു നൽകുകയുമാണ് റഹീം ചെയ്തത്. അത് ആത്യന്തികമായി മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ മുൻനിർത്തിയായിരുന്നു. മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് മേൽ ചാപ്പിയടിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ കയ്യാളാകാൻ ശ്രമിക്കുന്ന UDFനെ തുറന്നു കാണിക്കുന്നതായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്ത
മനുഷ്യരുടെയൊക്കെയും തല കുനിഞ്ഞു പോകും റഹീമിൻ്റെ വാക്കുകൾ കേട്ടാൽ. കേന്ദ്ര സർക്കാരിനെതിരായ ഒരു പൊളിറ്റിക്കൽ വാർ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ആ രാഷ്ട്രീയ യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറി ഏകപക്ഷീയമായി. നിങ്ങൾ മലയാളികളുടെ ആത്മാഭിമാനത്തിൻ്റെ ചുവരിൽ ലോഗോ പതിപ്പിച്ചു കൊള്ളാൻ ഒരു ബോർഡ് വെച്ചുകൊള്ളാൻ, ഇത് സൗജന്യമായി കിട്ടിയ ഏർപ്പാടാണ് എന്നൊരു ബോർഡ് വെച്ചുകൊള്ളാൻ നിങ്ങൾ പ്രഖ്യാപിച്ചു. അതിനോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പ്. അടുത്തതായി പരിശോധിച്ചത് 24 ന്യൂസ് ആയിരുന്നു. 1 മിനിറ്റും 49 സെക്കൻഡും നീളുന്ന ഹാഷ്മിയുടെ ഇൻട്രോ. സംഗതി മനുഷ്യാവകാശത്തെക്കുറിച്ചും ആത്മാഭിമാനത്തെക്കുറിച്ചും തന്നെയാണ്. പക്ഷേ ഈ 1 മിനിറ്റ് 49 സെക്കൻഡ് നീളുന്ന വാചക സർക്കസ് അവതരിപ്പിക്കാൻ കേരളത്തിൽ ഹാഷ്മിക്ക് മാത്രമേ കഴിയൂ. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാറും ലീഗ് നേതാവ് ഷാഫി ചാലിയും പങ്കെടുത്ത ചർച്ചയും പ്രസക്തമായിരുന്നു. കെ അനിൽകുമാറിൻ്റെ വാദങ്ങൾ ഏതാണ്ട് 1.5 മിനിറ്റ് നീളുന്ന ഇടതുബദലിൻ്റെ കണിശത ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ ഇന്നലെ രാത്രി മുതൽ തന്നെ വാട്സാപ്പിലടക്കം പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. PMA പദ്ധതിയിൽ കേന്ദ്രം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തെന്ന് ലളിതമായി വിശദീകരിക്കുകയാണ് അനിൽകുമാർ. ബഹുമാനപ്പെട്ട കെ എം ഷാജിയുടെ ബഹുമാനപ്പെട്ട ഷാഫി ചാലിയത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ലോഗോയെ ചലഞ്ച് ചെയ്തു അഭിമാനത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രതിഷേധിച്ചോ? തഞ്ചത്തിൽ തിരുത്തിയോ എന്ന തലക്കെട്ടിൽ സ്മൃതി പരുത്തിക്കാടും ഇതേ വിഷയം തന്നെ ചർച്ചയ്ക്കെടുത്തു. ലീഗ് നേതാവ് ഷിബു മീരാൻ, CPM നേതാവ് VPP മുസ്തഫ, മാധ്യമപ്രവർത്തകനായ ജോർജ് പൊടിപ്പാറ, രാഷ്ട്രീയ നിരീക്ഷകനായ KG ജ്യോതിർഘോഷ് എന്നിവർ പങ്കെടുത്ത ചർച്ച. ഇതിൽ ആദ്യം സംസാരിച്ചത് ഷിബു മീരാൻ. എഴുന്നേറ്റ് നിന്ന് തൊഴാൻ തോന്നും ഷിബു മീരാൻ്റെ ചർച്ച കേട്ടാൽ. എന്നിട്ടും ഫാസിസ്റ്റ് വിരുദ്ധ പാർട്ടി എന്നാണ് വിളി. അടുത്ത ഊഴം VPP മുസ്തഫയുടേതായിരുന്നു. സ്മൃതി പരുത്തിക്കാടിനെ കൂടി ചേർത്താണ് മുസ്തഫയുടെ മറുപടി. മാത്രവുമല്ല, ഇന്നലെ പ്രചരിച്ച വാർത്തയുടെ നിജസ്ഥിതി കൂടി മുസ്തഫ വ്യക്തമാക്കി. മോദിയോട് മുട്ടാനില്ല എന്ന തലക്കെട്ടിലായിരുന്നു മീഡിയ വണിൻ്റെ ചർച്ച. മുസ്ലിം ലീഗ് പ്രതിനിധി CK ഷാക്കിറിൻ്റെ വാദം, അവർ അതായത് മുസ്ലിം ലീഗ് വെച്ചുകൊടുത്ത വീടിൻ്റെ കണക്ക് പറഞ്ഞും ആ വീടുകൾക്ക് മുന്നിൽ കോണിയോ ചന്ദ്രക്കലയോ പതിച്ചിട്ടില്ല എന്നുമായിരുന്നു. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ കേൾക്കേണ്ടതില്ലല്ലോ. നമുക്കിനി മനോരമ ന്യൂസിലേക്കൊന്ന് പോയി വരാം. അവിടെ ചർച്ച ഡീൽ ആരോപണത്തിൽ കഴമ്പുണ്ടോ, UDF അവിശ്വാസ നീക്കത്തെ CPM പിന്തുണയ്ക്കുമോ എന്നതായിരുന്നു. ഏത്? തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡീലാണ് മനോരമയുടെ പ്രശ്നം. നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, ആന പാറിപ്പോകുന്ന കൊടുങ്കാറ്റിനിടയ്ക്ക് അവൻ്റെ കോടാൻ പാറിയ കഥയെന്ന്. മനോരമയോട് മാത്രമല്ല, പതിവുകാർക്ക് വിരിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത ഏഷ്യാനെറ്റിനോടുമാണ്. പ്രമോദ് പുഴങ്കരയ്ക്കും ഷാജിർ ഖാനുമൊക്കെ ഇടം കൊടുത്തില്ലെങ്കിൽ പിന്നെന്ത് ഏഷ്യാനെറ്റ്? മനുഷ്യാന്തസ്സിന് വില കൽപ്പിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ, മാധ്യമപ്രവർത്തകർ, ചർച്ചകളിൽ മനുഷ്യാന്തസ്സിനെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിച്ച അതിഥികൾ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ന്യൂസ് ലാബിന് വിരാമം കുറിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.